ജയന്തി കോൾപ്പടവിൽ സ്വകാര്യ വ്യക്തിയുടെ ബണ്ട് നിർമ്മാണം. കുടിയിറക്ക ഭീഷണിയിൽ സമീപവാസികൾ. ചാഴൂർ പഞ്ചായത്തിലെ ജയന്തി കോൾപ്പാടശേഖരത്തിലെ പുറത്തൂർ ഭാഗത്താണ് സ്വകാര്യ വ്യക്തി റിസോർട്ട് നിർമ്മാണത്തിന്റെ മറവിൽ കോൾപ്പാടത്തിലൂടെ ബണ്ട് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. മഴക്കാലത്ത് 100ഓളം വീടുകൾ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് താമസം മാറുന്ന ഒരു പ്രദേശം കൂടിയാണിത്. 2 മാസത്തോളം പൂർണ്ണമായും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പുറത്തൂരിലാണ് 2011 മുതൽ റിസോർട്ടിന് വേണ്ടി 5 ഏക്കറോളം നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തി നിർമ്മാണം നടന്നുവരുന്നത്. ജയന്തി കോൾപ്പടവിൽ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പുറത്തൂർ റിസോർട്ടിനു വേണ്ടി നെൽപ്പാടത്തിലൂടെ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അനധികൃതമാണെന്നും റിസോർട്ട് നിർമ്മാണം പോലും വ്യാജരേഖകളുടെ പിൻബലത്തിലാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വർഷക്കാലത്ത് 1.5 കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള മഴവെള്ളം ജയന്തി കോൾപ്പടവിലേക്ക് ഒഴുകിപ്പോകുന്നതാണ് ബണ്ട് നിർമ്മിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇതോടെ സമീപത്തെ വീട്ടുകാർ വലിയ വെള്ളക്കെട്ട് മൂലം കുടിയിറക്ക ഭീഷണിയിലാണ്. തുടർന്ന് നാട്ടുകാർ പരാതികളുമായി രംഗത്തിറങ്ങുകയും 2014 ജില്ലാ കളക്ടർ നിർമ്മാണ പ്രവർത്തികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം അവഗണിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ 2011 മുതൽ സ്വകാര്യ വ്യക്തി റിസോർട്ടിന് മണ്ണിട്ട് തൂത്തുന്നതാണ്. പല സമയത്തും വില്ലേജിലും പഞ്ചായത്തിലും 2 തവണ കളക്ടർക്ക് 2014 2017 പരാതി കൊടുത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത. ഇത് കൊടുക്കുക 2 ആഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും പണികൾ ആരംഭിക്കുക. അപ്പോൾ ഈ സ്വകാര്യ വ്യക്തി ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന് മുൻപായിട്ട് പ്രസിഡന്റ് മോഹൻദാസേട്ടൻ വന്നിട്ട് നേരിട്ട് വന്ന് കണ്ട് ഇതൊക്കെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്താണ് വില്ലേജിൽ നിന്നും. അത് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും മണ്ണടിച്ചിട്ട് കല്ലടിച്ചിട്ട് ഇങ്ങനെ പണികൾ ഇങ്ങനെ ആരംഭിക്കുന്നത്. അപ്പോൾ പിന്നെ രാത്രി കാലങ്ങളാണെന്ന് വെച്ചാൽ റിസോർട്ടിൽ കുടിച്ച ആൾക്കാർ മദ്യപന്മാരെ അലർച്ച ഒച്ചയും ബഹളം പാട്ടും ബഹളം അത് വേറെ. അപ്പോൾ വർഷങ്ങളായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരാതി കാണുന്നതാണ്. ആ ബണ്ടന് പൊളിച്ചു മാറ്റുന്ന നാട്ടുകാർ തന്നെ പല സമയത്ത് ആവശ്യം. എന്ന് വെച്ചാൽ അവരെ പേടിച്ചിട്ട് ആരും നേരിട്ട് പരാതി തന്നെ പറയാൻ തയ്യാറല്ല. ബണ്ട് നിർമ്മാണത്തോടു കൂടി 25 ഏക്കറോളം നെൽകൃഷി സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കൊയ്ത്തു മിഷൻ, ട്രാക്ടർ എന്നിവ ഇറക്കാനും മറ്റ് കൃഷിപ്പണികൾ നടത്താനും പറ്റുന്നില്ല. പാടശേഖരത്തിലൂടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടന്നിട്ടും പാടശേഖര സമിതിയും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആരോപണമുണ്ട്. എന്നാൽ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നാണ് റിസോർട്ടുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ.